വെൽക്കം ടു സിസ് ആൻഡ് സിസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയാണ്. സ്പെഷ്യലായിട്ടുള്ള ഉള്ളിവടയും അതിനൊരു ചമ്മന്തിയും. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഉള്ളിവട ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടത് സബോളയാണ്. ഞാനിപ്പോൾ വലിയ 3 സബോളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഞാൻ ഒരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കും. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിവട കുറച്ചും കൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വരുമ്പോൾ നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ ആ സബോള ഇതിന് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കടലമാവാണ്. ഞാനിപ്പോൾ 6-7 ടീസ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 2-3 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ സബോള എത്രയാണ് എടുക്കണത് അതിനനുസരിച്ച് ഇത് രണ്ടും നമുക്ക് കൂട്ടി കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നമുക്കിതിൽ പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ള്. പിന്നെ ഒരു മസാലപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പകരമായിട്ട് കുറച്ചും കൂടി കളറ് നമുക്ക് വേണമെങ്കിൽ. ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ കളറ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ വേറെ മുളകും കൂടി ആഡ് ചെയ്യണ കാരണം കുറച്ചിട്ടാൽ മതി മുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിൽ അരിപ്പൊടി ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഇടണം, എന്നാലാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നല്ല ക്രിസ്പിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ടിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണം നമുക്ക് എല്ലാം കൂടി ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുത്താലും മതി. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായി തരി പോലെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് വേപ്പിലയും ഉള്ളിയും മുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഇടേണ്ടത് വേപ്പിലയും ഇഞ്ചിയാണ്. അപ്പോൾ നമുക്ക് വേപ്പിലയും ഇഞ്ചിയും ഇട്ട് കൊടുക്കും. ഇതെല്ലാം ഞാൻ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് കൊടുത്താണ്, ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് കൊടുത്തേക്കേണ്ടതാണ്. ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് നമ്മുടെ സബോളയാണ്. സബോള ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ചെടുത്ത് പിടിച്ച് ഒന്ന് പിഴിയുക, എന്നിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ കുറച്ച് വെള്ളം പോവും. അപ്പോൾ ആ വെള്ളം പോയാലാണ് നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാം. പിന്നെ അതുപോലെ തന്നെ ഞാനും ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നാണിച്ച് നമുക്ക് ചെറുതായിട്ട് വെള്ളം ഈ ഇതിലേക്ക് തെളിച്ച് കൊടുക്കുകയും ചെയ്യാം നമ്മൾ കുഴയ്ക്കുമ്പോൾ അങ്ങാനും. അപ്പോൾ ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞ് ഞാനതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലപ്പോൾ സബോളയാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത്, കടലമാവ് കുറഞ്ഞ് നിന്നാൽ മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ എങ്ങാനും കുറച്ച് വെള്ളത്തിൻ്റെ കുറവാകാനും തോന്നാന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കയ്യിലെടുത്തൊന്ന് നനച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം കുറച്ച് പിഴിഞ്ഞ് കളഞ്ഞെങ്കിലും ഇതിൽ ചെറുതായിട്ട് കുറേ ആയിട്ട് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് തെളിച്ചൊക്കെ കുഴച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പരുവത്തിലാണ് ഇത് വേണ്ടത്. അടുത്തത് നമുക്കിനി ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് ചൂടാവുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വറുത്തെടുക്കാനാണ്.
അപ്പോൾ നമുക്ക് പ്രത്യേക ഷേപ്പ് ഒന്നും കൊടുക്കണില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് എടുത്ത് ഇടാണ് ചെയ്യണേ. അതും അത്ര വലുതാക്കി ഒന്നും ഇടുന്നില്ല, ചെറിയ ചെറിയ ഇതാക്കി ഉള്ളിവടയായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ വലുതാക്കാം ചെറുതാക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് നമ്മുടെ ഉള്ളും വേവും വേണം, പുറം നന്നായി മുരിയും വേണം. അതുകൊണ്ട് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം അത്യാവശ്യം നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതേ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, അപ്പോഴേക്കും അത് വേവും, നന്നായി മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ട ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സമയത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. ആ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ 2 തക്കാളിയാണ്, ചെറിയ തക്കാളി ഇതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. അപ്പോൾ തക്കാളി ഒന്ന് ചൂടാവുമ്പോൾ അത് എടുക്കാം. എന്നിട്ട് തക്കാളിയുടെ തൊലി കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കഷ്ണം സബോളയും 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് മുളകും അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഒരു തുണ്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം നന്നായിട്ട്. അടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചമ്മന്തി റെഡിയായി. ഇതപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.